US വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണൽസിന് നൽകുന്ന H-1B വിസയുടെ ഫീസ് കുത്തനെ കൂട്ടിയത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. $2,000 $5,000 ഇടയിലുണ്ടായിരുന്ന അപേക്ഷാ ഫീസ് $1,00,000 ഉയർത്തിയത് US-ൽ ജോലി സ്വപ്നം കണ്ട ഇന്ത്യക്കാരടക്കമുള്ള പ്രൊഫഷണലുകൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ നിരവധി ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉടലെടുത്തു. നിലവിൽ H-1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർ $1,00,000 അടയ്ക്കണോ? ഇന്ത്യയിലുള്ള H-1B വിസ ഉടമകൾ US-ലേക്ക് മടങ്ങുമ്പോൾ എന്ത് ചെയ്യും? US-ൽ ഇനി ജോലി ചെയ്യാൻ കഴിയില്ലേ എന്നിങ്ങനെ നീളുന്നു ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും. ഇന്ത്യക്കാരടക്കമുള്ള H-1B വിസ ഉടമകൾക്കിടയിൽ ആശങ്ക ശക്തമാകുന്നതിനിടെ ഇത് സംബന്ധിച്ച് വിശദീകരണവുമായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. H-1B വിസ അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് കരോലിൻ ലെവിറ്റ് പറഞ്ഞു. പുതിയ ഫീസ് വാർഷിക ഫീസല്ലെന്നും ഒറ്റത്തവണ ഫീസാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ, നിലവിലുള്ള വിസ ഉടമകൾക്ക് അല്ല. നിലവിലെ H-1B വിസ പുതുക്കുമ്പോൾ ഈ ഫീസ് നൽകേണ്ടതില്ലെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞു. നിലവിലെ H-1B വിസ ഉടമകൾക്ക് അമേരിക്കയിൽ താമസിക്കുന്നതിനും രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നതിനും തിരികെ വരുന്നതിനും മറ്റ് തടസ്സങ്ങളില്ല. H-1B വിസ കൈവശമുള്ളവരും നിലവിൽ രാജ്യത്തിന് പുറത്തുള്ളവരുമായവർക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് $1,00,000 ഈടാക്കില്ലെന്നും H-1B വിസ ഉടമകൾക്ക് സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ രാജ്യം വിടാനും മടങ്ങിയെത്താനാകുമെന്നും ലെവിറ്റ് പറഞ്ഞു. അതേസമയം നിലവിൽ H-1B വിസ ഉള്ളവർ 12 മാസമോ അതിൽ കൂടുതലോ US-ന് പുറത്താണെങ്കിൽ സെപ്റ്റംബർ 21-നകം US-ലേക്ക് മടങ്ങിയെത്തണം. പുതിയ ഫീസിൽ നിന്ന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് അപേക്ഷിക്കുന്നവർക്കാണ് ഫീസ് ഇളവ്. അതേസമയം H-1B വിസ വർധനവിനെ തുടർന്ന് ഉടലെടുത്ത ആശങ്കയുടെ പശ്ചാത്തലത്തിൽ US-ലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. അടിയന്തര സഹായം തേടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് +1 202 550 9931 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സഹായം തേടുന്ന ഇന്ത്യൻ പൗരന്മാർ മാത്രമേ ഈ നമ്പർ ഉപയോഗിക്കാവൂ എന്നും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പതിവ് അന്വേഷണങ്ങൾക്ക് വേണ്ടിയല്ലെന്നും US-ലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. H-1B വിസ ഫീസ് വർധനവ് സെപ്റ്റംബർ 21-ന് പ്രാദേശിക സമയം പുലർച്ചെ 12:01 പ്രാബല്യത്തിൽ വരും. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ US കമ്പനികൾ തങ്ങളുടെ വിദേശ തൊഴിലാളികളുമായി നിരന്തരം ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പല കമ്പനികളും രാജ്യം വിടരുതെന്ന മുന്നറിയിപ്പ് ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണലുകൾ തുടങ്ങിയ വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് US അനുവദിക്കുന്ന വിസയാണ് H-1B വിസ. കമ്പനികളാണ് വിസ സ്പോൺസർ ചെയ്യുന്നത്. 2025 വരെ US-ൽ 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ H-1B വിസ ഉടമകളുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ US അംഗീകാരം നൽകിയ H-1B വിസ അപേക്ഷകളിൽ 71% ഇന്ത്യക്കാരുടേതാണ്. ഓരോ വർഷവും 65,000 H-1B വിസകളാണ് അനുവദിക്കുന്നത്. ഇതിൽ 20,000 വിസകൾ US ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയവർക്കായി നീക്കിവെച്ചിട്ടുണ്ട്. വിസയ്ക്ക് ആവശ്യക്കാർ ഏറിയതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. H-1B വിസ ഫീസ് വർധനവിന്റെ പിന്നിലെ കാരണം കൂടി നോക്കാം. കുടിയേറ്റത്തിനെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായാണ് H-1B വിസ അപേക്ഷയ്ക്കുള്ള ഫീസിലെ വർധന. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാനും രാജ്യത്തേക്ക് വരുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. ഇതുവഴി H-1B വിസയ്ക്കെതിരെ US-ൽ തുടരുന്ന വികാരം കുറയ്ക്കാനുമാകും. ഇതിന് പുറമെ H-1B വിസ നിയമങ്ങൾ ചില കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിസ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നടപടി. H-1B വിസ ഫീസ് വർധനവിൽ പ്രതികരണവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. വിസ ഫീസ് വർധനവിലെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു. പുതിയ തീരുമാനത്തെ തുടർന്ന് കുടുംബങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് US-ന് ഉചിതമായി പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു.